ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ വീട്ടില് ഇന്നലെ രാത്രി ബോംബെറിഞ്ഞു. അതേ ഒരു സംഭവം തന്നെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് അവിടുത്തെ മാതാവിൻ്റെ പള്ളിയിലെ ആ മുൻവശത്തിരുന്ന ഗ്രോട്ടോ അത് ഇന്നലെ രാത്രി ആരോ അടിച്ചു തകർത്തു. രണ്ട് സംഭവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് അറിയാമല്ലോ, നമ്മുടെ കാശ്മീരിലെ പ്രശ്നം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയം. ഈ സമയത്ത് മുതലെടുക്കാൻ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഈ രണ്ട് സംഭവങ്ങളും നടത്തിയെന്ന് കരുതുന്നു. ശോഭാ സുരേന്ദ്രന്റെ വീട് തൃശ്ശൂര് കളക്ടറേറ്റിനോട് ചേർന്നാണ്. അത് വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. അവിടെ ഇന്നലെ രാത്രി ഒരു ഉഗ്ര ശബ്ദം അവർ കേട്ടു. 10:15 മണി കഴിഞ്ഞിട്ടുണ്ട്. 4 പേര് 2 ബൈക്കുകളിൽ വന്നിട്ടാണ് ഈ ബോംബ് എറിഞ്ഞത്. അവർ വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് മനസ്സിലായില്ല, എന്തോ ഒരു ശബ്ദം കേട്ടു. അടുത്തുള്ളവരെല്ലാവരും അത് കേട്ടിരിക്കുന്നു. അപ്പോഴാണ് ഇതൊരു ബോംബേർ ആണ് എന്ന് മനസ്സിലായത്. ഉടനെ ബി.ജെ.പി. പ്രവർത്തകരെയൊക്കെ അവർ വിളിച്ചു, പോലീസിനെ അറിയിച്ചു. പോലീസ് സ്ഥലത്ത് വന്നു. ഇന്ന് രാവിലെ അവിടെ തൃശ്ശൂർ കമ്മീഷണറും എത്തി. ഇത് ഉഗ്ര ശബ്ദം ഉണ്ടായെങ്കിലും അവിടെ പടക്കം പോലെ എന്തോ സാധനമാണ് എന്ന് തോന്നുന്നു. നാശനഷ്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ ചാക്കുചരട് പോലെയുള്ള ചില സാധനങ്ങൾ ഈ പൊട്ടിച്ചിതറിക്കിടപ്പുണ്ട്. പോലീസ് അത് അവിടെ ആ ഏരിയ മുഴുവൻ കോഡൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ ACP അസിസ്റ്റന്റ് കമ്മീഷണർ സതീശനൊക്കെ രാത്രി തന്നെ അവിടെ എത്തി. ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലെ ഒരു CCTV ദൃശ്യം, ഒരു CCTV ഉണ്ടെങ്കിലും അത് പ്രവർത്തിക്കുന്നില്ലായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടുകളിലൊന്നും ആ CCTV ഫിക്സ് ചെയ്തിട്ടില്ല. എങ്കിലും വലിയ തിരക്കുള്ള ഒരു ഏരിയയാണ്, കളക്ടറേറ്റിനോട് ചേർന്നാണ്. എന്തായാലും രാവിലെ കൃത്യസ്ഥലം വരെ എല്ലാം വന്ന് കമ്മീഷണർ നോക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു, എന്തുദ്ദേശത്തോടെ ചെയ്തു, പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഈ സമയം തിരഞ്ഞെടുത്ത സന്ദർഭത്തിൽ. അതുകൊണ്ട് അത് കൃത്യമായി പോലീസ് അത് കണ്ടെത്തണം. ബൈക്കിലാണ് വന്നത്. തീർച്ചയായിട്ടും CCTV ദൃശ്യം ഇവരുടെ വീട്ടിലോ അല്ലെങ്കിൽ സമീപത്തുള്ള വീട്ടിലോ ലഭിച്ചില്ലെങ്കിലും ദൂരെ നിന്ന് വന്നവരെ തീർച്ചയായിട്ടും ആ CCTV ദൃശ്യങ്ങൾ ആരാണ് വന്നതെന്ന് അതിൻ്റെ നമ്പരൊക്കെ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. അവരെ ഭീഷണിപ്പെടുത്താനോ ഭയപ്പെടുത്താനോ വേണ്ടിയിട്ടാണോ ഇത്? അത് രാഷ്ട്രീയപരമായ വൈര്യമാണോ? അത് ഇപ്പം രാജ്യം നേരിടുന്ന പ്രതിസന്ധിയിൽ ഉള്ള ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് മുതലെടുക്കാൻ ശ്രമിച്ചതാണോ എന്താണെന്ന് വ്യക്തമല്ല. ഇതേ സമയത്ത് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യുന്നു, കഴക്കൂട്ടം മേരി മാതാ പള്ളിയുടെ മുൻവശത്ത് ഉണ്ടായിരുന്ന ഗ്രോട്ടോ, മാതാവിൻ്റെ ഗ്രോട്ടോ, അത് ഗ്രില്ലൊക്കെ വെച്ച് അടച്ച് ആ പള്ളിയുടെ മുൻവശത്ത് അവിടെ പ്രതിഷ്ഠിച്ചിരുന്നായിരുന്നു. രാവിലെ ആ പള്ളിയിലെ തന്നെ അച്ഛൻ നടക്കാൻ പോയപ്പോഴാണ് ഗ്രില്ല് മാറിക്കിടക്കുന്ന കണ്ടത്. അദ്ദേഹം വന്ന് നോക്കിയപ്പം മാതാവിൻ്റെ ആ പ്രതിഷ്ഠ അടിച്ച് തകർത്ത് താഴെ ഇട്ടിട്ടുണ്ട്. ആരാണ് ചെയ്തത്, എന്ത് ഉദ്ദേശത്തിൽ ചെയ്തത് എന്ന് മനസ്സിലാകുന്നത്. പള്ളിക്ക് വലിയ പ്രശ്നമില്ല. അത് മിസ്ക്രിയൻസ് ആണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആന്റി സോഷ്യൽ എലിമെന്റ്സ് ആണ് ചെയ്തതെന്ന് തോന്നുന്നു എന്നാണ് പള്ളിയിലെ അച്ഛൻ്റെ പ്രസ്താവന. കാരണം ഇതുവരെ ആ പള്ളിയോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഏരിയയിലുള്ളവർക്ക് ഒരു എതിർപ്പോ ഒരു പ്രശ്നമോ അവിടെ ഇല്ല. പിന്നെ ഇത് ആര് ചെയ്തു, എന്തിനു ചെയ്തു, പ്രത്യേകിച്ച് ഇന്നലെ തന്നെ ആ രാജ്യം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാവരും ആ കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും തമ്മിലുള്ള ആ ഇഷ്യൂ, കാരണം പാകിസ്ഥാൻ ടെററിസ്റ്റ് നമ്മുടെ 26 പേരെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കി അതിന് പ്രതിവിധി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഈ 2 സ്ഥലത്ത് ഇതുപോലൊരു പ്രശ്നം ഉണ്ടാക്കി? ആ സന്ദർഭം നോക്കി എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ എറിഞ്ഞത്? അവര് സംശയിക്കുന്ന ഒരു കാര്യമുണ്ട്, തൻ്റെ വീട് നോക്കി ആയിരിക്കണം എറിഞ്ഞത്. കാരണം 2 വീടുകളിലും ഇതിൻ്റെ അടുത്തുള്ള വീട്ടിലാണ് പൊട്ടിയിരിക്കുന്നത് എങ്കിലും ആ വീടിൻ്റെ എതിർവശത്തുള്ള വീട്ടിലും വെള്ളക്കാറുണ്ട്, ഇവർക്കും ഒരു വെള്ളക്കാറുണ്ട്. 2 വീടും 2 നില വീടുകളാണ്. അപ്പം അവിടെ തൊട്ടടുത്തുള്ള രാജ്യത്തിൽ അല്പം ദൂരെ നിന്നുള്ളവർക്ക് ഈ വീട് പറഞ്ഞു കൊടുത്തതായിരിക്കും. കാറുള്ള 2 നില വീട്, വെള്ളക്കാറുള്ള വീട്. അങ്ങനെ എറിഞ്ഞപ്പം തൊട്ടടുത്തുള്ള വീടും വെള്ളക്കാറും 2 നിലയും തന്നെയാണ്. അങ്ങനെ ഏറ് മാറിപ്പോയിരിക്കാനാണ് സാധ്യത എന്നൊരു കണക്കൂട്ടിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. സംസ്ഥാന BJP-യുടെ ഉപാധ്യക്ഷയായ അവരുടെ വീട്ടിലെ ആ ഏറ് എന്ത് വന്നാലും ശരിയല്ലേ, വീടിൻ്റെ അടുത്തുള്ള ഏറ് പോലീസ് അതീവ ജാഗ്രതയോടും അതീവ രഹസ്യ സ്വഭാവത്തോടും കൂടി
അത് കണ്ടെത്തണം ആരാണെന്ന്. പ്രത്യേകിച്ച് ഇന്നലെ ഈ രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ എറിഞ്ഞതും, അതുപോലെ തന്നെ അത് BJP വക്താവിന്റെ വീടിനെ അല്ലെങ്കിൽ BJPയുടെ സമുന്നതനായ സംസ്ഥാന നേതാവ് ഒരാളുടെ വീട്ടിലേക്കാണ് എറിഞ്ഞത്, അല്ലെങ്കിൽ വീട് മാറിപ്പോയി എന്ന് പറയുന്നെങ്കിലും കഴക്കൂട്ടത്തും അതുപോലെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിൽ ഈ സന്ദർഭത്തിൽ ആ മാതാവിന്റെ ആ ഗ്രോട്ടോ അടിച്ചു തകർത്തിട്ടതും ഈ സന്ദർഭത്തിൽ അതിന് പ്രാധാന്യമുണ്ട്. അത് പള്ളിയോട് വൈരാഗ്യമുള്ളവരാരുമല്ല, മിസ്ക്രിയൻസ് ആണ് എന്ന് അച്ഛൻ പറയുന്നെങ്കിലും ഈ രണ്ട് സംഭവങ്ങളും ചേർത്ത് വെച്ച് വായിക്കേണ്ടിയിരിക്കുന്നു. DGP ആഭ്യന്തര വകുപ്പ് അത് ശ്രദ്ധിക്കണം. ഇവിടെ കമ്മ്യൂണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഇന്റലിജൻസ് അത് പ്രത്യേകമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റിന് ആ രീതിയിലുള്ള ഒരു അഡ്വൈസ് കൊടുക്കണം. DGP സംസ്ഥാനത്തെ ആ കഴക്കൂട്ടത്തെ പോലീസും സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലുള്ള സ്ഥലത്തെ അവരുടെ ഉദ്യോഗസ്ഥരെല്ലാം അടിയന്തരമായി ഇത് ആരാണ് മിസ്ക്രിയൻസ് ആണ്, മിസ്ക്രിയൻസ് സ്ഥാപിക്കരുത്. അത് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് ശോഭ സുരേന്ദ്രന്റെ അതിന്റെ മിസ്ക്രിയൻസിനെ കണ്ടെത്താനുള്ള ശ്രമം. ഈ രണ്ട് സംഭവങ്ങളും കൂട്ടി വായിക്കണം. കാരണം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോലീസ് വിജിലന്റ് ആയിട്ട് തന്നെ രാത്രിയിൽ പെട്രോൾ സഞ്ചരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.